എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് പറയുന്നു, ഞാൻ റൈറ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് പറയുന്നു, ഒരു സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. നല്ലൊരു സ്ക്രിപ്റ്റിന് ശേഷം മാത്രമേ അതൊരു നല്ലൊരു ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റൂ. എനിക്ക് കൃത്യമായി അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെയും കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ പോകാറില്ല. എന്നുവെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, അവരൊക്കെ വലിയ ഡയറക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മൾ എഴുതുന്ന തിരക്കഥ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റണം. സത്യമാണ്. ഞാൻ ഒരു ഇന്റർവ്യൂ തുറന്നുകൊണ്ട് എനിക്ക് ഒരു തെറ്റുള്ളൂ. ഞാൻ എന്റെ ഏത് തിരക്കഥ എഴുതുന്നതിന് മുന്നേയും ലോയി സാറിന്റെ തിരക്കഥ എടുത്ത് വായിക്കും ഞാൻ. ഓഡിയൻസിന്റെ ഇപ്പത്തെ ഒരു പൾസ് എന്താണ്, ഇവർ ആഗ്രഹിക്കുന്ന സിനിമ എന്താണ്, ഇതനുസരിച്ചിട്ട് എഴുതാൻ സന്നദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമകൾ മാത്രം എഴുതിക്കൊണ്ടിരുന്നാൽ അത് കാണാൻ തിയേറ്ററിൽ ആരും വരില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചാൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ റീലുകൾ കാണുമ്പോൾ, ഞാൻ നല്ല റീലുകൾ കണ്ട് ഞാൻ അങ്ങോട്ട് അവർക്ക് മെസ്സേജ് ഇടും. ഒരു ചാനലിൽ ഒരു ഓഡീഷന് പോയിരിക്കുമ്പോൾ ആ പയ്യൻ ആ ഓഡീഷന് വെച്ച് ചെറിയൊരു ഇൻസൾട്ട് ഫീൽ ചെയ്തു. അപ്പൊ ആ വീഡിയോ സോഷ്യൽ മീഡിയ വന്നു. ഞാൻ അവന്റെ ആ വീഡിയോയുടെ താഴെ പോയി ഞാൻ അവന് കമന്റ് ഇട്ടു, മോനെ എനിക്ക് നിന്നെ ഈ ചാനൽ പ്രോഗ്രാമിൽ കൈപിടിച്ചുകൊണ്ടേ അറിയില്ല, പക്ഷെ നിനക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത സിനിമയിൽ നീ അഭിനയിക്കാം, ഞാൻ നിനക്ക് ചാൻസ് ഇടാന്ന് പറഞ്ഞു. അവനത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് അവൻ എനിക്ക് മെസ്സേജ് ഇട്ടു. അവന്റെ നമ്പർ വാങ്ങിച്ചു, അവനെ വിളിച്ചു. ആനന്ദ് ശ്രീബാലൻ അവന് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പ്രിയ താരങ്ങളൊക്കെ കുറച്ച് നാളം കഴിഞ്ഞിട്ട് ഇവരൊന്നും തിരശ്ശീലയിൽ കാണാതെ പോകുന്ന കുറേ പേരുണ്ട്. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെതൊക്കെ രീതികളും ചിലപ്പോൾ നല്ല രീതിയിലേക്ക് പോകുന്നവരായിരിക്കില്ല, അവസരങ്ങൾ കുറഞ്ഞു പോയിരുന്നവരായിരിക്കാം. ജഗതി ചേട്ടനെ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടു വലിയ ആഗ്രഹമാണ്. പക്ഷെ ജഗതി ചേട്ടൻ്റെ ഹെൽത്ത് വൈസ് നമുക്ക് അറിയില്ല, അദ്ദേഹം തിരിച്ച് പഴയ പോലെ വരുമോ എന്ന് നമുക്കറിയില്ല. വന്നാൽ അത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇൻഡസ്ട്രിയിലുണ്ട്, പുറത്തുമുണ്ട്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സിനിമ വരുന്നു, വിജയിക്കുന്നു, അല്ലെങ്കിൽ ഒരു കളക്ഷൻ റെക്കോർഡ് കിട്ടുന്നു. പ്രത്യേകിച്ച് OTT പ്ലാറ്റ്ഫോമിന്റെ അതിന്റെ ഒരു കാലഘട്ടവും പ്രാധാന്യത്തൊക്കെ നമ്മൾ കടന്നു പോയതാണ്, അപ്രതീക്ഷിതമെങ്കിലും അല്ലെ. ഈ സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുള്ള ഇത്തരം ഒരു ക്രൗഡിനെ കാണുന്നു. ഏതാ കച്ചവടം ബേസ് ചെയ്തിട്ടാണ് പറയുന്നെങ്കിൽ എന്റെ റിലീസായ 4 പടങ്ങളും കച്ചവടമായ സിനിമ, 4 പടങ്ങളും പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്ന സിനിമകളല്ല. എന്നെ സംബന്ധിച്ച് കച്ചവടം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആണ്. പക്ഷെ പ്രൊഡ്യൂസർ സേഫ് ആവണം. എന്റെ സ്ക്രിപ്റ്റുകളിൽ ഞാൻ എപ്പോഴും കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ആഡ് ചെയ്യാൻ കാരണം അത് തിയേറ്ററിൽ സക്സസ് ആവണം, പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടണം. ഇത് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. നമ്മളെ വിശ്വസിച്ച് ഒരു പ്രൊഡ്യൂസർ ഇറക്കുന്ന 5-6 കോടി രൂപ അല്ലെങ്കിൽ ആ പൈസ അദ്ദേഹത്തിന് റിട്ടേൺ കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ സിനിമ ചെയ്യത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് സാറ്റിസ്ഫാക്ഷൻ അതല്ല. സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ തിയേറ്ററിനുള്ളിലിരിക്കുമ്പോൾ സിനിമ കാണുമ്പോൾ കിട്ടുന്ന കൈയടി തന്നെയാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഓഡിയൻസിന് മുഖത്തുള്ള ഒരു ചിരി, ഞങ്ങൾ കൊടുത്ത 100 രൂപ 150 രൂപ അത് നല്ലതായിരുന്നു, അതിന് വർത്തായിട്ടൊരു സിനിമ കണ്ടു എന്ന് പറയുന്നൊരു മൊമെന്റ് ഉണ്ട്. വലിയ സാറ്റിസ്ഫാക്ഷൻ അതെനിക്ക്. പിന്നെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ ജീവനോടെ സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നൊരു മൊമെന്റ്. വണ്ടർഫുൾ മൊമെന്റ്. പറയുമ്പോൾ വരാ തൊണ്ട ഇതായി പോകുന്നുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കഥകളിൽ പോലും ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് എഴുതുന്ന ആളാണ്. എന്റെ കഥകളിൽ എപ്പോഴും ഒരു ഇമോഷൻ ബാക്കപ്പ് കാണും. ഒരു പക്ഷെ എനിക്ക് ആ ഇമോഷണൽ ബാക്കപ്പ് ഒന്നും മാറ്റി വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു സിനിമ അടുത്ത സിനിമ ആയിരിക്കും, സുമതിയോളമായിരിക്കും. കാരണം അതിൽ ഹ്യൂമറിനും ഹൊററിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും അതിൽ എവിടെയൊക്കെ അതിന്റെ സംവിധാനം വിഷ്ണു പറയും, നിങ്ങൾ എന്ത് കഥ എഴുതിയാലും അതിന്റെ അവസാനം എവിടെയെങ്കിലും എടുത്ത് കണ്ണ് നിറയിക്കുമെന്ന് പറയും. അപ്പൊ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് മാളികപ്പുറം കണ്ടപ്പോൾ ആളുകൾ കരയുന്നത് കണ്ടപ്പം അത് എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതിയപ്പോൾ കരഞ്ഞ ആളാണ്. ആ കുട്ടി സഹിച്ചേട്ടൻ മരിക്കുമ്പോഴുള്ള സീൻ ഞാൻ എഴുതുമ്പോൾ ഞാൻ കരഞ്ഞ ആളാണ് റൈറ്റർ. അത് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസിന് കിട്ടിയപ്പം ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, റൈറ്റർ ഡയറക്ടർ അതിന് ശേഷം ഓഡിയൻസ്, ഈ ഒരു കണക്ഷൻ, ആ കണക്ഷൻ ഇന്നും പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണറിയും. ഈ പലപ്പോഴും ഈ ഒരു തിരക്കഥാകൃത്തിന് പലപ്പോഴും ചുറ്റുമുള്ള നമ്മുടെ കാഴ്ചകൾ, കണ്ട കാഴ്ചകളും അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടന്റും ഈ ഒരു ത്രെഡിനെ ഡെവലപ്പ് ചെയ്ത് ഒരു കഥയും തിരക്കഥയായിട്ടൊക്കെ മാറാറുണ്ട്. അഭിലാഷേട്ടൻ എവിടെയൊക്കെ ഒരു 10 വർഷമായിട്ട് കഥകൾ എഴുതുന്ന ഒരാളാണ്. അതിനൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പോസ്റ്റ്, ഞാൻ ഇനി ഏത് തരത്തിലുള്ള ഒരു സ്റ്റോറി എഴുതണം എന്നിട്ട് അതിന്റെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലവ് വേണോ ത്രില്ലർ വേണോ എന്നുള്ള രീതിയിലേക്ക്. ഞാൻ സ്വയമായിട്ട് ലവ് എന്നായിരുന്നു പോൾ ചെയ്തത്. അതെ, അതിന്റെ ഒപ്പം തന്നെ ത്രില്ലറും ഒരു ബാലൻസ് ചെയ്ത് വന്നിട്ടുണ്ട് 35%. അപ്പോൾ ഈ ഓഡിയൻസിന്റെ ഇപ്പത്തെ ഒരു പൾസ് എന്താണ്, ഇവർ ആഗ്രഹിക്കുന്ന സിനിമ എന്താണ്, ഇതനുസരിച്ചിട്ട് എഴുതാൻ സന്നദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമകൾ മാത്രം എഴുതിക്കൊണ്ടിരുന്നാൽ അത് കാണാൻ തിയേറ്ററിൽ ആരും വരില്ല. അപ്പൊ എനിക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ താങ്കളോട് ചോദിക്കും, നമുക്ക് എന്ത് ടൈപ്പ് സിനിമ ആണെന്ന് ആഗ്രഹം ചോദിക്കും. അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ പക്ഷെ ആഗ്രഹിക്കുന്ന ചോദ്യം അതല്ല, എന്ത് ടൈപ്പ് സിനിമ ആണെന്നതിന്റെ ഒപ്പം തന്നെ താങ്കൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അല്ല അത് 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 നമുക്ക് വഴിയുണ്ടാക്കാം. അതിനിപ്പോ കിടക്കട്ടെ. എന്ത് ടൈപ്പ് സിനിമ ചെയ്യാം എന്ന ചോദ്യം ഞാൻ ഓഡിയൻസ് കിട്ടപ്പം എനിക്ക് കുറെ പേര് ഇട്ടത് ലവ് എന്നൊരു ഓപ്ഷൻ. അപ്പൊ അതിനകത്ത് എനിക്ക് മനസ്സിൽ ഇവിടെ റൊമാൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ അവര് കാണാൻ ആഗ്രഹിക്കുന്ന റൊമാൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തന്നെ എനിക്ക് എഴുതാൻ ഏറ്റവും ഇഷ്ടമുള്ള ത്രില്ലർ ആഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പൊ ആനന്ദ് ശ്രീബാല റിലീസ് ആവാൻ പോകുന്നു. ആനന്ദ് ശ്രീബാല കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ പ്രണയമുണ്ട്, അതിനൊപ്പം തന്നെ ലവിന്റെ ഒപ്പം തന്നെ ത്രില്ലറും മാസും എല്ലാം മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു സിനിമയാണ് ആനന്ദ് ശ്രീബാല. അപ്പം എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ യൂത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഇന്നും എനിക്ക് തോന്നി റൊമാൻസ് എന്ന് പറയുന്ന ഒരു സാധനം. പ്രണയം എപ്പോഴും അതിനൊരു സാധ്യതയുണ്ട്. പ്രണയം ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ്. അപ്പൊ അതിനെ കറക്റ്റായിട്ട് നമ്മൾ പ്രേമല് പോലും നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമ വന്ന് പാൻ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. രാജമൗലി സാർ അടക്കമുള്ളവർ അവരെ വിളിച്ച് സ്റ്റേജിൽ വിളിച്ചിട്ട് അഭിനന്ദിക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. പോരെ. അപ്പൊ ലവ് എന്ന് പറയുന്ന എലമെന്റിന് എന്നും സ്കോപ്പ് ഉണ്ട്. ഒപ്പം തന്നെ ത്രില്ലറിനും ഉണ്ട്. അതിന് ഉദാഹരണമാണ് മഞ്ഞുമൽ ബോയ്സ്. ഈ ലവ് എന്ന് വരുമ്പോൾ അതിനൊപ്പം തന്നെ കോമഡി വരാം, ത്രില്ലർ വരാം, അല്ലെ, പല ചേരുവകൾ ഇതിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ ആ ലവിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തൊരു സിനിമ അടുത്തത് സംഭവിക്കും. ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ലൈഫ് സംഭവിച്ച അല്ലെങ്കിൽ എന്റെ ലൈഫ് സംഭവിച്ച ചില കാര്യങ്ങൾ സിനിമയാക്കണം ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എന്റെ മാളികപ്പുറത്തിലെ എലമെന്റ്സ് ഉണ്ട്, നമ്മുടെ നൈറ്റ് ഡ്രൈവിലുണ്ട്, ഇങ്ങനെ പല സിനിമകളും ഞാൻ ഇതിന്റെ എലമെന്റ്സ് ആഡ് ചെയ്യാറുണ്ട്, കടാവറിലുണ്ട്. പക്ഷെ എന്റെ ഒരു ക്യാമ്പസ് ലൈഫ് ഉണ്ടായിരുന്നു. ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളാണ്. എന്റെ അതേ ക്യാമ്പസ് ലൈഫിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള കുറെ പ്രണയങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് ക്ലബ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നൊസ്റ്റാൾജിയ ചിലപ്പോൾ സംഭവിക്കും. എനിക്ക് കണ്ട പ്രണയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ആന്തോളജി മൂവി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എടുക്കുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു അഭിലാഷ് പിള്ള എന്ന വ്യക്തി ഒരു തിരക്കഥാകൃത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഭയങ്കര കുറേയേറെ ബ്രാഞ്ചസ് ഉള്ള ഒരു വൃക്ഷമാണ്. ഈ എക്സ്പീരിയൻസ് കണ്ട കാഴ്ചകളാണ് ഈ ചില്ലകളായിട്ട് കിടക്കുന്നത് അല്ലെ? ഇതിന് ഓരോന്നും ഒരു സൈഡിൽ നിന്ന് ചില്ല വെട്ടി തുടങ്ങിയിട്ടുള്ളൂ, കുറെ കിടക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് മുമ്പ് എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചാൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ റീലുകൾ കാണുമ്പോൾ ഞാൻ നല്ല റീലുകൾ കണ്ട് ഞാൻ അങ്ങോട്ട് അവർക്ക് മെസ്സേജ് ഇടും, ഞാൻ കണ്ടു നന്നായിട്ടുണ്ട്. അപ്പൊ അവര് ചോദിക്കും ഇത് ഫേക്ക് അക്കൗണ്ട് ആണോ ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഞാൻ തന്നെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ ഇവരുടെ പ്രൊഫൈൽ വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ ഡയറക്ടർ കാണിച്ചിട്ട് ഞാൻ എഴുതി ഈ ക്യാരക്ടറിന് ഇവര് പറ്റിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടാ ഇവർ ഓക്കെ എന്ന് പറയും. നമ്മൾ അവരെ വിളിക്കും, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു സീൻ ചെയ്യിച്ചു നോക്കും. ഓക്കെ. അങ്ങനെ ഈ ആനന്ദ് ശ്രീവാലയിൽ പോലും കുറെ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. മാമനെ കണ്ടു, മാമനെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ പടത്തിലും ഞാൻ ചെയ്യാൻ വന്ന എല്ലാ സിനിമകളും ഇത് കാണും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കുറെ പേരെ വിളിച്ചിട്ട് ഓഡീഷൻ നടത്തുന്നേക്കാൾ നല്ലത്. ഞാൻ എല്ലാവരും പറയും, ഇപ്പൊ ചിലർ പറയും ഇൻസ്റ്റയിലെ റീല് കണ്ടാണോ കഴിവിനെ വിലയിരുത്തുന്നത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതും ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ 30 സെക്കൻഡോ 60 സെക്കൻഡോ 90 സെക്കൻഡോ കൊണ്ട് നമുക്ക് ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് നമ്മളെ ക്യാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിവ് തന്നെയാണ്. ഒരിക്കലും കഴിവില്ലാത്ത അല്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇത് എവിടേക്കോ ഈ കഴിവിനൊപ്പം നോക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു ആഗ്രഹ സഫലീകരണം കൂടിയാണ്. കാരണം ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊരു ഡോർ കിട്ടിയിരുന്നെങ്കിൽ, ഒരു പക്ഷെ എന്റെ കൈ പിടിച്ചിരുന്നെങ്കിൽ ഒരാൾ ഇതിന്റെ എവിടേക്കോ ഒരു സ്വീറ്റ് റിവെഞ്ച് അവനവന്റെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഭാഗമായിട്ട് കൂടി തന്നെ അങ്ങനെ കൈ പിടിക്കാൻ ഒരാൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ. അപ്പം എനിക്ക് എന്റെ ലൈഫിൽ ആരൊക്കെയോ മാളികപ്പുറത്തിന്റെ ക്ലൈമാക്സിലെ ഡയലോഗ് പോലെ ദൈവ മനുഷ്യ രൂപത്തിൽ പല ആളുകളായിട്ട് എത്തിയപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ത്രൂവും ആരെങ്കിലും ഒക്കെ നാളെ വരണം. കാരണം അതെന്റെ ആഗ്രഹമാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ എന്റെ ആഗ്രഹം പോലെ തന്നെ ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഇപ്പൊ നമുക്ക് അതിന്റെ അവസരം അല്ലെങ്കിൽ നമുക്കൊരു ഒരു കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന എത്ര പേരാണ്, ഒരു കോണ്ടാക്ട് ഇല്ലാതെ എത്ര പേരാണ്. ഇവർക്ക് ഒരേ ഒരു വഴി ഇപ്പൊ ഇൻസ്റ്റയോ ഫേസ്ബുക്കിലോ ഒക്കെ ഇടുന്ന അവരുടെ ഒരു പെർഫോമൻസ് വീഡിയോ, അത് ചിലപ്പോൾ നമ്മൾ കാണുന്നു, നമുക്കത് സ്ട്രൈക്ക് ചെയ്യുന്നു, ഇവരെ നമ്മൾ വിളിക്കുന്നു പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു അവരുടെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ വീട്ടമ്മമാര്, നമുക്കറിയാത്ത കഴിവുള്ള എത്രയോ വീട്ടമ്മമാർ അടുക്കളയിൽ അവരുടെ ജീവിതം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയും ഈ സ്വപ്നങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അടുക്കളകളിൽ ഉറപ്പാണ്. അപ്പൊ അവർക്ക് ഒരേ ഒരു വഴി ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഈ വീട്ടമ്മമാരൊക്കെ പാട്ട് പാടിയിടും. അപ്പൊ നമ്മൾ ഈ ചിത്ര ചേച്ചിയുടെ ഒക്കെ റിസംബ്ലൻസ് വോയിസ് ഉള്ള എത്ര പേര്. അപ്പൊ ഞാൻ ഇത് നേരെ എന്റെ മ്യൂസിക് ഡയറക്ടർ കഴിച്ചിട്ട് എടാ ഇത് കേട്ടു നോക്കാം, നിനക്ക് പറ്റുവാണെങ്കിൽ ഒരു അവസരം കൊടുക്കുന്ന പറയുമ്പോ അങ്ങനെ. അതായത് ഈ കാസ്റ്റിംഗിൽ മാത്രമല്ല ഈ പിന്നണിയിലും കാരണം ഞങ്ങൾ അങ്ങനെ പാടിക്കുന്നുണ്ട്, അടുത്ത പടത്തിൽ പാടിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ. അപ്പം ഇത് ഞാൻ പറഞ്ഞു ഇത് ഗ്രൂപ്പ് ഓഫ് ഈ ടാലന്റ് ഉള്ളവരെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആർട്ടിസ്റ്റ് ക്യാരക്ടറിനെ മാത്രമല്ല നോക്കുന്നത്. ഞാൻ കഴിവുള്ള സിംഗേഴ്സിനെ തപ്പിയെടുത്ത് കൊണ്ട് കൊടുക്കാറുണ്ട് എന്റെ മ്യൂസിക്. അപ്പൊ അവൻ എന്റെ അടുത്ത് പറയും നീ അവസരം കൊടുക്കുന്നവർ മാത്രം മതി, നീ പുതിയ സിംഗേഴ്സിനെ വേണ്ടല്ലോ എന്ന് പറയും. അത് മറ്റൊന്നുകൊണ്ടല്ല, ഞാൻ അവർക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരാളെ കിട്ടിയാൽ ചിലപ്പോ നാളെ ഇവര് അത്ഭുതങ്ങൾ കാണിക്കും. ഈ അവസരത്തിന് വേണ്ടിയിട്ട് പടിവാതിൽക്ക് നിൽക്കുന്നതിനെ അപ്പുറത്തേക്ക്
ഈ ആളുകളെ തേടി അങ്ങോട്ടുള്ള യാത്രയാണ്. ഇത് വ്യത്യാസമുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. നമ്മൾ കണ്ട ഞാൻ എന്റെ ഇപ്പം എനിക്ക് ഫ്രീ ആയിട്ട് ടൈം കിട്ടിയാൽ ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 90% ഞാൻ റീൽസ് കാണുന്ന ആളാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ഞാൻ റീൽസ്, ഇപ്പൊ എഴുത്തല്ലെങ്കിൽ വായന അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ ഒപ്പമുള്ള സമയം മാറ്റി വെച്ചാൽ, ഫ്രണ്ട്സിനൊപ്പം സമയം മാറ്റി വെച്ചാൽ എങ്ങനെ പോലും ഡെയിലി നമ്മൾ 1-2 മണിക്കൂർ നമ്മൾ ഈ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഇത് ഞാൻ പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയ ജീവിയാന്നല്ല പറയുന്നത്, ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം മുഴുവൻ ഈ റീൽസ് കാണുക. ഈ കാണുന്നതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ കണ്ട വൈറലായിട്ടുള്ള കുറെ റീലുകൾ നോക്കുമ്പോൾ അതിന്റെ കമന്റിൽ ആദ്യത്തിൽ അഭിലാഷമുള്ള കമന്റുകളുണ്ടായിരിക്കും, ഒന്നില്ലെങ്കിൽ ലവോ സ്മൈലോ. ഞാൻ കൊടുക്കാറുണ്ട്. കാരണം എന്റെ അടുത്ത് ചില ആൾ ഉപദേശിക്കും, എടാ ഇങ്ങനെ എല്ലാ കമന്റിലും പോയി ലൈക്ക് ചെയ്യാൻ വില പോകും. ഞാൻ പറഞ്ഞാ ഒരു കമന്റ് ഒരു ലൈക്ക് ഇട്ടാൽ അവർക്കതൊരു എന്താ പറയാ ഒരു പ്രോത്സാഹനമാണ്. പക്ഷെ ഇതിനെ വിമർശിക്കുന്നവരുണ്ട്. ചില ആൾ വന്നിട്ട് അയാൾ ജാട കാണിക്കാൻ വേണ്ടി ഇട്ടതെന്ന് പറയും. അങ്ങനെ കേൾക്കുന്നത് എനിക്കത് കുഴപ്പമില്ലെന്ന് ഞാൻ പറയും, ഞാൻ കേട്ടോളാം എന്ന് പറയും. ഞാനത് ചെയ്യുന്നത് എന്താണ്, എനിക്ക് ഒരാവശ്യമില്ല ഒരാളുടെ ഇതിനകത്ത് കമന്റ് ഇട്ടിട്ട് പേരും. ഈ അടുത്ത സമയത്തല്ല, ഒരു വർഷം മുന്നേ ഒരു പയ്യൻ ഒരു ചാനലിൽ ഒരു ഓഡീഷന് പോയിരിക്കും. ആ പയ്യൻ ആ ഓഡീഷന് വെച്ച് ചെറിയൊരു ഇൻസൾട്ട് ഫീൽ ചെയ്തു. അപ്പൊ ആ വീഡിയോ സോഷ്യൽ മീഡിയ വന്നു. അതായത് ഇങ്ങനെ ആ പയ്യനെ ഇതിന് കൊള്ളില്ല പൊക്കോളാൻ എന്ന് പറഞ്ഞിട്ട് വിടുന്ന ഒരു ഇന്റർവ്യൂ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ അവൻ ഓഡീഷൻ ആണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റുമായിട്ട് ചെന്ന സമയത്ത് പലയിടത്തും ഞാൻ ഇത് ഫേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഞാൻ അവന്റെ ആ വീഡിയോയുടെ താഴെ പോയി ഞാൻ അവന് കമന്റ് ഇട്ടു, മോനെ എനിക്ക് നിന്നെ ഈ ചാനൽ പ്രോഗ്രാമിൽ കൈപിടിച്ചുകൊണ്ടേ അറിയില്ല, പക്ഷെ നിനക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത സിനിമയിൽ നീ അഭിനയിക്കാം, ഞാൻ നിനക്ക് ചാൻസ് ഇടാന്ന് പറയുമ്പോൾ അവനത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് അവൻ എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാൻ അവന്റെ നമ്പർ വാങ്ങിച്ചു, അവനെ വിളിച്ചു. ആനന്ദ് ശ്രീബാലയിൽ അവനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അപ്പൊ ഞാൻ ഇത് അനുഭവിച്ചിട്ടുള്ള ആളായിണ്ടാവോ എനിക്ക് ഇങ്ങനെയുള്ളവരെ ഭയങ്കരമായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഞാനിപ്പോ ട്രെയിൻ യാത്ര അല്ലെ നമ്മൾ എയർപോർട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെയുള്ള കഥാപാത്രങ്ങളെ ശ്രദ്ധിക്കും. ഈ ചില ആളുകളൊക്കെ ബിഹേവ് ചെയ്യുന്ന ഭയങ്കര രസമായിട്ടാണ്. ഞാൻ എപ്പോഴും പറയും, ഈ അഭിനയം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ക്യാമറ മുന്നിൽ കാണിക്കുന്നതല്ല. ഞാൻ പറയാം, ഇപ്പൊ ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന ഇവിടെ ഉള്ള എല്ലാവരും അഭിനയിക്കുന്നവരാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിന് മുന്നിൽ സംസാരിക്കുന്ന രീതി ആയിരിക്കില്ല ഞാൻ എന്റെ ക്ലോസ് സർക്കിളിൽ എന്റെ ഫ്രണ്ട്സിന് സംസാരിക്കും. ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോൾ ഇതായിരിക്കില്ല, എനിക്ക് ദേഷ്യമുള്ളവരോട് സംസാരിക്കുന്നത്. അപ്പം ഏറ്റവും നല്ല നടന്മാരും നടിമാരും എന്ന് വെച്ചാൽ നമ്മളൊക്കെ തന്നെ കഥാപാത്രങ്ങളുണ്ട്, കഥയുണ്ട്. അതിനെ കൃത്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ മറ്റൊരു കഥാപാത്രമായി കാണിക്കാൻ പറ്റുന്നവർ വിജയിക്കുന്നു. ഞാൻ പറയുന്നത് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും. അതിനെ ടാലന്റ് കണ്ടെത്തി പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ എന്റെ കഥാപാത്രങ്ങളെ തപ്പിയെടുത്തോണ്ടിരുന്ന ആളാണ്. ഇത് ഈ റൈറ്റർ എന്നതിന്റെ ഒപ്പം തന്നെ കൃത്യമായിട്ടൊരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുകൂടി അല്ലെങ്കിൽ വെക്കേണ്ടിയിരിക്കുന്നു അല്ലെ. പിന്നെ അതേപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് കണ്ടെത്തൽ കൂടിയാണ്. ഇത് എവിടേക്ക് ഒരു സേവനം എന്നൊക്കെ വാക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു. കാരണം ഒരു സിനിമയിലേക്ക് ഞാൻ ഇതിനകത്ത് ഇത്രേ കാണുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ എറണാകുളം ജില്ലയിൽ താമസിക്കുന്നവർക്ക് കുറെ കൂടെ സിനിമയായിട്ട് അടുത്ത് നിൽക്കാൻ പറ്റും. കാരണം എറണാകുളത്ത് മിനിമം ഒരു ദിവസം ഒരു 10 സിനിമയുടെ ഓഡീഷൻ അടക്കണ്ടാവാം. പനമ്പള്ളിയാറി പോയിരുന്നാലോ അല്ലെ കാക്കനാട് നിന്നാലോ ഒരു 10 സിനിമാക്കാരെ കാണാൻ പറ്റും, അവസരം ചോദിക്കാൻ പറ്റും. ഇതെല്ലാവർക്കും നടക്കുന്നില്ല. ഇപ്പം ഞാൻ മുന്നേ പല ഇന്റർവ്യൂവും പറഞ്ഞു, ഇപ്പൊ വയനാട്ടിലുള്ളവർക്കും ഇടുക്കിയിലുള്ളവർക്കും പത്തനംതിട്ടയുള്ളവർക്കും അല്ലെങ്കിൽ ചിലപ്പം കോട്ടയത്തുള്ളവർക്കും ഒക്കെ ഈ സിനിമ എന്ന് പറയുന്നത് വേറൊരു ലോകമായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയുന്നത് അവരുടെ ടാലൻസ് കണ്ടെത്തി അവരെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഇതേപോലെ കൈപിടിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട്. ഞാനെന്നല്ല പറഞ്ഞത്, അതുപോലെ ഉള്ളവരെ. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞാനത് ചെയ്യുന്നു, കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആഗ്രഹിച്ച പോയിന്റിൽ എത്തിയിട്ടും ഈ കുറെ കൂടി സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇന്ന് ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇപ്പൊ എന്റെ സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ അത് കാണാൻ വേണ്ടുന്ന ഓഡിയൻസ് ഒരു കഥാപാത്രം അത് ചെയ്ത ആർട്ടിസ്റ്റ് നന്നായിട്ടുണ്ടല്ലോ, അത് ആരാത് എന്ന് ചോദിക്കണം. ഇപ്പൊ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ പല കഥാപാത്രം നമ്മൾ കൊടുക്കും. അവരിനി പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല, അവരുടെ പെർഫോമൻസ് ഓഡിയൻസ് കണ്ടതാണ്, അവര് ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പുതിയ പുതിയ ആളെ കൊണ്ടുവരണം. ഇപ്പൊ എന്താ വെച്ചാൽ നാടകം നിന്നു. നാടകം എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ പോലെ നാടകം ഇല്ല എന്ന് തന്നെ പറയാം. നാടകം തിരിച്ചുകൊണ്ടുവരണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ പണ്ട് നാടകമുള്ള സമയത്ത് അതിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് സിനിമയിലേക്ക് കിട്ടുകയാണ്. അപ്പൊ അവരെന്ന് വെച്ചാൽ തട്ടിൽ കയറി 2 മണിക്കൂറോ 3 മണിക്കൂറോ ഡയലോഗ്സ് കാണാതെ പഠിച്ച് പെർഫോം ചെയ്യുന്നതിലും വലിയ നടന്മാരൊന്നും സിനിമയിൽ ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ അവരെ ഇന്ന് നമുക്ക് കണ്ടെത്താനുള്ള ഓപ്ഷൻസ് വളരെ കുറഞ്ഞു, കാരണം നാടകങ്ങളില്ല. അപ്പൊ നമുക്ക് പിന്നെ വഴി എന്ന് പറയുന്നത് ഇതേപോലെ ഉള്ളവരെ എവിടെ നിന്നാ വെച്ചാൽ തപ്പിയെടുത്തോണ്ട് വരിക എന്നുള്ളതാണ്. അപ്പം അതിന്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഈ കണ്ടെത്തലിന്റെ ഒപ്പം തന്നെ പലപ്പോഴും ഇവർക്ക് പുതിയ അവസരങ്ങൾ കിട്ടുന്നവരാണ് അല്ലെ, അതിനുവേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള പ്രിയ താരങ്ങളൊക്കെ കുറച്ച് നാളം കഴിഞ്ഞിട്ട് ഇവരൊന്നും തിരശ്ശീലയിൽ കാണാതെ പോകുന്ന കുറെ പേരുണ്ട്. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെതൊക്കെ രീതികളും ചിലപ്പോൾ നല്ല രീതിയിലേക്ക് പോകുന്നവരായിരിക്കില്ല, അവസരങ്ങൾ കുറഞ്ഞു പോയിരുന്നവരായിരിക്കാം, ബന്ധങ്ങൾ കുറവുള്ളവരായിരിക്കാം. ശരിക്കും ഈ കണ്ടെത്തൽ അവരെ കൂടി ഉൾപ്പെടുന്നുണ്ടോ? ശരിക്കും അല്ല, ഇപ്പൊ പഴയ ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടി മലയാള സിനിമ ട്രെൻഡായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ തിരിച്ചു നമ്മൾ കാണുന്നുണ്ട് തിരിച്ചു കൊണ്ടുവരുന്നുള്ളത്.
ആ ഒരു ട്രെൻഡ് ചിലപ്പോൾ ഇനിയും ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇനിയും കൂടും. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയിൽ നിന്ന് നമ്മൾ ഇപ്പൊ ഇവരില്ലല്ലോ എന്ന് ആലോചിച്ചവരൊക്കെ ചിലപ്പോൾ തിരിച്ചു വരും. അങ്ങനെ വരുവാണെങ്കിൽ ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ അത് എന്റെ മനസ്സിൽ 3-4 ആർട്ടിസ്റ്റുകളുണ്ട്, അവരെ തീർച്ചയായിട്ടും ഞാൻ അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എങ്കിൽ ഒരു കൗതുകത്തിന് വലിയ ചോദിക്കുക, അങ്ങനെ മനസ്സിൽ തിരിച്ചു കൊണ്ടുവരുന്ന ആഗ്രഹമുള്ള ആർട്ടിസ്റ്റ് ആരാ? ഭയങ്കര ഒരു കൗതുകം ആ പറച്ചിലിന്റെ ഫേസിലുണ്ട്. ഒന്ന് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഹെൽത്തും വൈസും എല്ലാ പരിപാടിയും ഇപ്പൊ ജഗതി ചേട്ടനെ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ ജഗതി ചേട്ടന്റെ ഹെൽത്ത് വൈസ് നമുക്ക് അറിയില്ല, അദ്ദേഹം തിരിച്ച് പഴയ പോലെ വരുമോ എന്ന് നമുക്കറിയില്ല. വന്നാൽ അത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇൻഡസ്ട്രിയിലും ഉണ്ട്, പുറത്തുമുണ്ട്. ഞാൻ വളരെ ആഗ്രഹിച്ച ഒരാളാണ്, എനിക്ക് ത്രൂ ഔട്ട് ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ആക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് സംഗീത ചേച്ചി. ചിന്താവിഷ്ട ശ്യാമളയില് സംഗീത ചേച്ചി ആനന്ദ് ശ്രീവാലയില് ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. ആഗ്രഹിച്ചതാണ്. അതിന് മുന്നേ ചേച്ചി ചാവേറിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിരുന്നു, പക്ഷെ അതായിരുന്നില്ല അവരെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ആനന്ദ് ശ്രീവാല അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ കൊടുത്താണ് ചേച്ചീനെ അഭിനയിപ്പിച്ചത്. വലിയ വലിയ സാറ്റിസ്ഫാക്ഷൻ ആണ് ചേച്ചി അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പൊ അത് സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈഫിൽ നടക്കാതെ ഇനി ഒരിക്കലും ജീവിതത്തിൽ നടക്കത്തില്ല എന്നുള്ള, അതായത് എനിക്ക് 3 ആർട്ടിസ്റ്റുകളെ ജീവിതത്തിൽ അഭിനയിപ്പിക്കാൻ പറ്റാതെ പോയാലും വലിയ വിഷമമുണ്ട്. അതിലൊന്നാണ് തിലകൻ ചേട്ടൻ. അദ്ദേഹമായിട്ട് ഇനി ഒരു പടം ചെയ്യാൻ പറ്റില്ല. മുരളിച്ചേട്ടനോട് ജീവിതത്തിൽ ഒരു പടം, പിന്നെ രാജൻ വിദ്യ സാറ്. ഈ 3 പേരുടെ ഈ 3 പേർക്ക് വേണ്ടി കഥാപാത്രം എഴുതാൻ പറ്റിയില്ല എന്നൊരു കഥാപാത്രം എഴുതിയാലും ഒരു പക്ഷേ ഇനി അത് റീപ്ലേസ് ചെയ്യാൻ പകരം വെക്കാനും പകരമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ നാടകം ഇല്ലാതായി പോയി. നാടകം നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊന്നും മാറി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ആണ്. ഞാൻ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ 3 പേരും നാടകത്തിൽ വേറെ ലെവൽ ആർട്ടിസ്റ്റുകളായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അത് നിന്ന് പോയത് കൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും പുതിയ ഇതേപോലെ ടാലൻസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. പലപ്പോഴും ഈ നാടകത്തിന് സ്വീകാര്യത കുറയുന്നുണ്ടെങ്കിൽ പോലും കാഴ്ച ഇപ്പൊ എന്തെങ്കിലും ആഘോഷങ്ങൾക്കാണെങ്കിൽ വരെ അത് ഒരു സ്റ്റേജ് ഷോയിലേക്ക് മാറി തുടങ്ങി അല്ലെ? പ്രത്യേകിച്ച് ഉത്സവങ്ങളിലും പെരുന്നാളുകളിലൊക്കെ കൂടുതൽ. എന്റെ ചെറുപ്പത്തിലെ ഇപ്പൊ ഞാൻ ജീവിച്ചത് എന്റെ വീടിന്റെ തൊട്ടടുത്ത അമ്പലമാണ്. ആ അമ്പലത്തിലെ ഏത് ഉത്സവത്തിനും രാത്രി 12 മണി കഴിഞ്ഞാൽ ഇത് നാടകമുണ്ട് അവിടെ. പിന്നീട് അത് റീപ്ലേസ് ആയി ഗാനമേള വരുന്നു, പല ഫോം ഓഫ് ആർട്സ് വരുന്നു, സിനിമാറ്റിക് ഡാൻസ് വരുന്നു, കരോക്കെ ഗാനമേളസ് വരുന്നു. ഇതൊക്കെ ആണെങ്കിൽ പോലും നാടകം അവിടെ ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തില്. പക്ഷെ എന്റെ ഒരു കോളേജ് ടൈം മുതൽ നമ്മൾ കാണുന്നത് ഈ അമ്പല കമ്മിറ്റിക്കാര് ഈ പ്രോഗ്രാമിന്റെ പരിപാടി പ്ലാൻ ചെയ്ത സമയത്ത് നാടകം ഒന്നും കാണാൻ ആരും ഇരിക്കത്തില്ല, നമുക്ക് ഗാനമേള വെക്കാം, 10 പേര് വരും എന്ന് പറയുന്ന ഒരു ട്രെൻഡിലേക്ക് മാറിയപ്പോൾ മുതൽ ഈ നാടകം ഇല്ലാതായി തുടങ്ങി. ഇല്ലേ? അപ്പൊ അത് ഒരു സിനിമ, കമൽ സാറിന്റെ ഒരു പടം നടൻ എന്നൊരു സിനിമയുണ്ട്, ജയറാം, അതിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് ആ സിനിമ. അപ്പൊ അത് സത്യമാണ്. ഇപ്പൊ കൊല്ലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നാടക സമിതികൾ ഒരുപാടുണ്ട് ഇന്നും. അതിൽ 1 ഷോയോ 2 ഷോയോ വെച്ച് കളിക്കുന്ന നാടകക്കാരായിരിക്കും. പക്ഷെ അത് ഒരു കാലത്ത് ആലോചിച്ചോണം, ഒരു കാലത്ത് 30 ദിവസവും ഡേറ്റ് കിട്ടാതെ ഓടി നടന്ന് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എത്ര നടന്മാരെ നമുക്ക് കിട്ടി, നടിമാരെ കിട്ടി. ഈ ഓരോ കലയും ഇപ്പൊ നാടകത്തിന്റെ ആണെങ്കിലും ഓരോ ആർട്ട് ഫോമാണ് ഈ അന്യം നിന്ന് പോകുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കണക്ട് ആയിരിക്കുന്ന സിനിമ തന്നെയായിരിക്കും അല്ലെ? പോയി കാണുന്ന ഒരു കലാരൂപം സിനിമയാണ് അല്ലെ? ഇതിനെല്ലാ വേർഷനും അതിൽ കാണാൻ പറ്റും. ഇതിനപ്പുറത്തേക്ക് ഒരു കലയായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുക ഇത്തരം ഉത്സവവേദികളിലോ പെരുന്നാൾ വേദികളിലോ വരുന്ന പ്രോഗ്രാം ആയിരിക്കും. ഇപ്പൊ നേരത്തെ അഭിലാഷേട്ടൻ തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, പണ്ടൊക്കെ വീടിനടുത്തുള്ള ഉത്സവത്തിൽ 12 മണിക്ക് ശേഷം തുടങ്ങുന്നു എന്നുള്ളത്, നാടകം തുടങ്ങുന്നു, പരിപാടി തുടങ്ങുന്നത്. ഇന്ന് നമുക്കൊരു വിദൂര സാധ്യതയിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. ഒരിക്കലും ഇല്ല. 10 മണിക്ക് ശേഷം പ്രോഗ്രാം ഇല്ല അല്ലെ? പണ്ടൊക്കെ ഈ നാടകമാണെങ്കിലും ഗാനമേളയാണെങ്കിലും കാണാൻ പോകുന്ന പക്ഷെ പായും തലവണയായിട്ട് ഉറങ്ങും, കഴിഞ്ഞു കേടും. എവിടേക്കും ഈ പരിമിതികൾ ഈ കലയും കലാകാരന്മാരെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പണ്ട് ഉത്സവപ്പറമ്പില് എല്ലാ ഉത്സവപ്പറമ്പിലും ഒരു അടി ഉറപ്പാണ്, അവിടെ എന്തായാലും ഒരു അടി ഉറപ്പാണ്. പക്ഷേ അതൊരിക്കലും അടുത്ത വർഷം ഉത്സവത്തിനെ ബാധിക്കത്തില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 10 മണി കഴിഞ്ഞാൽ മൈക്ക് വെക്കാൻ പാടില്ല. ആളുകൾ മാറിയതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. നിയമങ്ങൾ മാറി, ആളുകൾ മാറി. 10 മണി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കാണാൻ ആളുകളുടെ മൈൻഡ് ഇപ്പം പ്രിപ്പയർഡ് അല്ല. അവരുടെ കയ്യിലിരിക്കുന്ന 6-5 മൊബൈൽ ഫോണിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിലേക്ക് ഒതുങ്ങി മനുഷ്യൻ. അതുകൊണ്ടാണ് ഉത്സവപ്പറമ്പിൽ പോയി പായും തലയായിട്ട് ഇന്നത്തെ ഈ ജനറേഷനിൽ എത്ര കുട്ടികൾ പോയിരിക്കും. അല്ലെങ്കിൽ നാടകത്തില് ഈ ഒരു ലെങ്തി ഡയലോഗ് കേട്ടിരിക്കാൻ ക്ഷമയുള്ള എത്ര കുട്ടികളുണ്ട് ഇന്ന്, എനിക്കതറിയില്ല. പക്ഷെ ഇന്നും നാടകം കാണാൻ കൊതിയോടെ പോയിരിക്കുന്ന ആളാണ് ഞാൻ. ഭയങ്കര ആഗ്രഹമാണ്. കാരണം നാടകം എന്ന് പറയുന്നത് ഭയങ്കര ആർട്ടല്ലേ. കാരണം ഇത്രയും ഡയലോഗ്സ് ബൈഹേർട്ട് പഠിക്കുക, റീടേക്ക് ഇല്ല. തട്ടേ കയറി കഴിഞ്ഞാൽ തെറ്റിയാൽ തെറ്റി, റീടേക്ക് പോകാൻ പറ്റോ, ഇത് ചെക്ക് ചെയ്യാൻ പറ്റോ, ഒന്നുമില്ല. മാത്രമല്ല ഇപ്പൊ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഒരു സീൻ കഴിഞ്ഞാൽ ആ സീനിനെ അല്ലെങ്കിൽ നമ്മളൊരു 10 ഷോർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നു. റീടേക്കുകൾ എത്ര വേണം പോവാം. ഈ റീടേക്ക് പോയതിനും അതിനുശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ ഡബിംഗിൽ ശ്രദ്ധിക്കാം. ഇതല്ലല്ലോ, ഇത് ലൈവായിട്ട് ഒരു മനുഷ്യൻ അത്രയും പേജ് കാണാതെ പഠിച്ച് കയറി പെർഫോം ചെയ്യാന്ന് പറയുന്നത് സിനിമയേക്കാൾ എനിക്ക് തോന്നുന്നു ഞാൻ നാടകത്തിന് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്നുണ്ട്, നാടക നടന്മാരെ.
കാരണം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എവിടെയെങ്കിലും മനസ്സിൽ അത്തരത്തിലൊരു ആഗ്രഹം സാധനം കിടപ്പുണ്ടോ? ഒരു നാടകത്തിന് എനിക്ക് script ചെയ്ത് ഒരു നാടകം ചെയ്ത് അത് പ്രദർശിപ്പിക്കണം എനിക്ക് ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ നമ്മുടെ രമേശ് കോട്ടയം രമേശ് ചേട്ടനോട് രമേശ് ചേട്ടൻ അയ്യപ്പനും കോശിയിലെ രമേശ് ചേട്ടനോട് ഞാൻ പുള്ളി പഴയ നാടക ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ ഞാൻ എങ്ങനെ സംസാരിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഒരു നാടകം എഴുതണം. പുള്ളി പറഞ്ഞു അബി കൂടെ നിൽക്കുകയാണെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ കൂടെ ചെയ്യാം. പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അദ്ദേഹം നാടകത്തിൽ നിന്ന ആളാ. അപ്പം ഈ സന്തോഷ് കീഴാറ്റൂർ സന്തോഷനോട് പറഞ്ഞു, സന്തോഷം ഞാൻ ഒരു നാടകം എഴുതട്ടെ, വലിയ ആഗ്രഹമാണ്. ഒരു 2 വർഷത്തെ കഴിഞ്ഞ ഞങ്ങളുടെ മൈൽ സ്റ്റോണിൽ എന്ന ഇന്റർവ്യൂവിൽ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴും വാക്കുകളിൽ 60% നാടകം വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് മറ്റേ ഏക നാടകം ചെയ്യുന്ന ആളാണ്. അതൊക്കെ വേറെ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കഴിവാണ്. എത്രത്തോളം ഈ നമ്മുടെ സിനിമാക്കാർക്ക് അത് അറിയാന്ന് എനിക്കറിയില്ല പുള്ളിയെ പറ്റി. പക്ഷെ അദ്ദേഹം വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്റ്റേജ് ഷോയ്ക്ക് ഭാഗമായിട്ട് വിദേശങ്ങളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ സന്തോഷേട്ടൻ സന്തോഷം അറിയിക്കുന്നത് ഇത്തരത്തിലെ പുറമുള്ള നാടകക്കാര് നമ്മുടെ നാട്ടിൽ വന്ന് നാടകം ചെയ്യുമ്പോൾ ഞാൻ കുറിച്ച് നിന്നിട്ടുണ്ട്. ഇവർക്ക് ഇന്റർനാഷണൽ അല്ലെ ഈ ഡ്രാമ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇവരുടെ ഒക്കെ നാടുകളിൽ പോയി ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വിദേശത്ത് പോയിട്ടുള്ള കിട്ടിയ ആഗ്രഹമാണ് ഏറ്റവും വലിയ സന്തോഷവും സംതൃപ്തിയായിട്ട് കാണുന്നത് എന്ന് പറയുന്നത്. അതെ അതെ, ഞാൻ സന്തോഷനോട് സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇതേ ഇമോഷൻ തന്നെ. ഇപ്പൊ സന്തോഷയുടെ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് അമ്പലമുറ്റത്തെ നാടകവേദികളിൽ അവിടെ ഈ നാടകത്തിന്റെ ഒരു തിരക്കഥാകൃത്തുണ്ട്. ഞാനത് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. പുള്ളി ഭയങ്കര അവിടുത്തെ രാജാവാ പുള്ളി. ഈ സമിതിയുടെ ഒരു ഓണറും കാണും, അതുപോലെ ഈ നാടകം എഴുതി സംവിധാനം ചെയ്ത ഒരാൾ കാണും. പുള്ളി അപ്പൊ അതിലൊരു വേഷം ചെയ്യുന്നുണ്ടായിരിക്കും. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഈ പേപ്പറൊക്കെ മറിച്ചിട്ട് പറയും, അതെ ഇത് മറന്നു പോയിക്കല്ലെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഞാൻ വെച്ചോളൂ പുള്ളിക്ക് എന്തൊരു വാല്യൂ ആണ് അവിടെ. പിന്നെ നമ്മൾ സിനിമ കണ്ടപ്പോൾ, ഞാൻ പണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ഈ ലാലേട്ടന് കൈയടി കിട്ടുന്നു, മമ്മൂക്കിക്ക് കൈയടി കിട്ടുന്നു. അന്നൊക്കെ നമ്മുടെ ചിന്ത നടന്മാർക്കാണ് ഈ കിട്ടുന്ന കൈയടി, അത് നടന്മാരെ കാണുമ്പോൾ കൈയടിക്കുന്നത്. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു ഇവർക്ക് ഈ കൈയടി വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരാൾ എഴുതിയ തിരക്കഥയല്ലേ, ഒരു ഡയലോഗല്ലേ, ഒരു തീപ്പൊരു ഡയലോഗ് ലാലേട്ടനോ മമ്മൂക്കയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു റൈറ്റർ ഉണ്ട്. അപ്പൊ ഇത് ശക്തമായിട്ടുള്ള വാക്കുകൾ, റിയൽ ഹീറോ എന്ന് പറയുന്നത് ആ വാക്കുകളാണ്, ആ അക്ഷരങ്ങളാണ്. അപ്പൊ അത് എഴുതിയ ആള് എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് പറയുന്നു, ഞാൻ റൈറ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് പറയുന്നു, ഒരു സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. നല്ലൊരു സ്ക്രിപ്റ്റിന് ശേഷം മാത്രമേ അതൊരു നല്ലൊരു ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ തുറന്നു പറയുന്നു, ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ്. ഒരു മോശം സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അതിനെ എത്ര നന്നായി ഡയറക്ട് ചെയ്താലും ആളുകൾ പറയും ഡയറക്ഷനൊക്കെ നന്നായിരുന്നു, പക്ഷെ തിരക്കഥ വർക്കായില്ല എന്ന് പറയും. ഈ തിരക്കഥ വർക്കായിരുന്നവന് അതിനർത്ഥം സിനിമ വർക്കായില്ല എന്നാണ്. ഇതിനപ്പുറത്തെ ഒരു വശം കൂടിയില്ലേ, ഇപ്പൊ തിരക്കഥ നന്നായിട്ട് തന്നെ എവിടേക്കോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഡയറക്ഷൻ സൈഡിലോട്ട് വരുന്നതിന് ഒരു പരിമിതിയിൽ നിൽക്കുകയായിരിക്കും ഒരു പക്ഷേ അല്ലെ, ഇടപെടലുകൾ. ചിലപ്പോൾ ചില സൗഹൃദത്തിന്റെ ഇതിലെ ആ ഒരു ഫ്രീഡം ഉണ്ടായിരിക്കാം പറയാനും കാര്യങ്ങൾക്കൊക്കെ. എവിടേക്ക് മനസ്സിൽ നമ്മൾ കണ്ട രൂപം ഈ ഫ്രെയിമിലോട്ട് വരുമ്പോൾ സംവിധായകനെ അത്ര ആദ്യമായി ബോധ്യം വേണം. ഈ ബോധ്യത്തിനപ്പുറത്തേക്ക് അത് DOP ചെയ്യുന്ന ഒരാൾ അത് ഫ്രെയിമിലേക്ക് അതേ രീതിയിൽ പകർത്തണം, ഇതിന്റെ എഡിറ്റ് വരണം, ഡബിങ് ചെയ്യണം, ഇങ്ങനെ ഘട്ടങ്ങളുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഈ തരത്തിൽ ആശങ്ക വരുന്നത് റൈറ്റർക്കായിരിക്കും അല്ലെ, ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട് എങ്ങനെ വരുന്നു? അതായത് ഇപ്പൊ മാളികപ്പുറം എന്നൊരു സിനിമ എഴുതി അതിലെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് ഒക്കെ കൃത്യമായി പേപ്പറിലേക്ക് പകർത്തി. ഇത് ഞാൻ വിഷ്ണു, അതിന്റെ സംവിധായകൻ വിഷ്ണുവായിട്ട് ഞാനാണ് സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ വിഷ്ണുവിനെ അത് കൃത്യമായിട്ട് ഞാൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. വിഷ്ണു ഈ സീനിൽ ഇതാണ് ഇമോഷൻ, അപ്പൊ അവനത് കൃത്യമായിട്ട് കിട്ടണം. അതേ സ്ഥാനത്ത് അത് കിട്ടാതെ പോയാൽ അത് ആ സിനിമയുടെ ഫെയിലിയർ ആണ്. അപ്പൊ ആ എൻഡ് ഇമോഷൻ ഞാൻ 100% കണ്ട ഇമോഷനെ ഒരു 90% അല്ല, അതിന്റെ 100% ആ സംവിധാനം കിട്ടിയാൽ മാത്രമേ ആ സിനിമ നന്നാവത്തുള്ളൂ. ഈ സംവിധാനം കിട്ടിയ 100% അദ്ദേഹം ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ക്യാമറാമാന് മനസ്സിലാവണം, എഡിറ്റർക്ക് മനസ്സിലാവണം, ഇതിന് മ്യൂസിക് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം, ഇതിന്റെ അഭിനയിക്കുന്നവർക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ ഒരു സിനിമ ആക്ച്വലി നമ്മൾ ഇപ്പൊ റൈറ്റർ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ വരത്തുള്ളൂ. പിന്നെ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന ഡയറക്ഷൻ സൈഡ്, അതായത് ഇതിന്റെ ഷോർട്ട് ഡിവിഷനും പരിപാടിയും ഇതിന്റെ മേക്കിംഗ് സൈഡ്, അതിനെ പക്ക പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഇമോഷൻ, ഇപ്പം എൻ്റെ ഇമോഷൻ അച്ഛൻ മരിച്ച് കുട്ടി കരയുന്ന ഇമോഷനെ കുട്ടിയിലൂടെ കൺവേ ചെയ്യണം എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ ആ കുട്ടിക്ക് പകരം അവിടെ നിൽക്കുന്ന നാട്ടുകാരിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് പാളിപ്പോവും. എത്രത്തോളം ഒരു അച്ഛൻ മരിച്ച മകളിലൂടെ തന്നെ ഇമോഷൻ വരണം, അല്ല അവളുടെ നോട്ടം, അവളുടെ കരച്ചില്, അവളുടെ കയ്യിൽ നിന്ന് അയ്യപ്പന്റെ വിഗ്രഹം താഴെ വീഴുന്നു, അവൾ ഓടിയെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഒരു ഇമോഷനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന നാട്ടുകാരിൽ ഒരാൾ ഇത് കണ്ട് മാറിപ്പോയെന്ന് കരയുന്നു, അവർ തമ്മിലുള്ള ഡയലോഗ്സ് ആക്കിയാലോ എന്ന് വെച്ചാൽ ആ ഇമോഷൻ വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെയും കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ പോവാറില്ല. വെച്ചാൽ വേറൊന്നുകൊണ്ടല്ല, അവരൊക്കെ വലിയ ഡയറക്ടേഴ്സ് ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മൾ എഴുതുന്ന തിരക്കഥ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റണം. അതെ,
അല്ല എൻ്റെ സ്റ്റൈൽ ഓഫ് സിനിമ ഇതാണ്, എനിക്ക് ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ അടുത്ത് ചിലപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അത് എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറയുന്നതല്ല, എൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിന് കുഴപ്പമായി. പിന്നെ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആവുന്ന കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതാണ് ലോഹിതദാസ് സാറിനെ. അദ്ദേഹത്തിൻ്റെ കഥകളെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ കഥകളിൽ അദ്ദേഹത്തിൻ്റെ കഥകളെ സത്യമാണ്. ഞാൻ ഒരു ഇന്റർവ്യൂ തുറന്നുകൊണ്ട് എനിക്ക് ഒരു തെറ്റുള്ളൂ. ഞാൻ എൻ്റെ ഏത് തിരക്കഥ എഴുതുന്നതിന് മുന്നേയും ലോഹി സാറിൻ്റെ തിരക്കഥകൾ എടുത്ത് വായിക്കും ഞാൻ. അത് മറ്റൊന്നുകൊണ്ടല്ല, എനിക്ക് അതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. പച്ചയായ ജീവിതങ്ങളെ എങ്ങനെ ഡയലോഗ്സിലുള്ള അദ്ദേഹം കൺവേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുകൊണ്ടാണ് ഇവിടെ പല ആർട്ടിസ്റ്റുകൾക്കും ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ പറ്റുന്ന മനോഹരമായ കഥാപാത്രങ്ങളും മനോഹരമായ ഡയലോഗ്സും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെ ഒരു ശേഖരം തന്നെ എൻ്റെ ഉണ്ട്, ഒരു കളക്ഷൻ തന്നെ എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാനത് ഫ്രീ ടൈമിൽ ഞാൻ വീണ്ടും 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 എടുത്ത് വായിക്കുന്ന ആളാണ്. കാരണം എനിക്ക് ആ അക്ഷരങ്ങളെ എനിക്ക് ഭയങ്കര തീയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ അക്ഷരങ്ങളെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതേപോലെ സ്ക്രിപ്റ്റ് ചെയ്യണം, അതേപോലെ സ്ക്രിപ്റ്റിൽ ഒരാളായി മാറണം. ആ വാശി എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതും അതിനുവേണ്ടി ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് കാണാം. ഒരിക്കലും എനിക്ക് ലോഹി സാറിന്റെ റേഞ്ചിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ കഥകളെ ഇൻസ്പയർ ചെയ്ത് ഞാൻ ജീവിക്കുന്ന ആളാണ്, ഇൻസ്പയർ ചെയ്ത് ഞാൻ സിനിമയിലേക്ക് വന്ന ആളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ലോഹി സാർ ഡയറക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ കഥകളിലെ ഇമോഷൻസിനെ കുറച്ച് തീവ്രമായി അദ്ദേഹത്തിന് സിനിമയിൽ എത്തിക്കാൻ പറ്റിയാണ്. അതിന്റെ നമ്മൾ ഇപ്പൊ ജോക്കർ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് ദിലീപേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് തോന്നിയൊരു സിനിമയാണ് ജോക്കർ. അതിൽ ബാക്കി ചെയ്തിരിക്കുന്ന കോ ആക്ടേഴ്സ് ഒക്കെ അസാധ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ബിന്ദു ചേച്ചി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്ത് ലൈഫാണ് ക്യാരക്ടർ. അതുപോലെ സൂത്രധാരനകത്ത് ഇതേപോലെ തന്നെ ബിന്ദു ചേച്ചി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു റൈറ്റർ ഡയറക്ടറായി മാറുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇമോഷൻസിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ മേക്കിംഗ് സൈഡ് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്, അത് അവരവരുടെ കഴിവ് പോലെ ഇരിക്കും. ഇപ്പൊ സച്ചിയേട്ടൻ നല്ലൊരു റൈറ്ററാണ്, എത്രയോ ഹിറ്റ് ചെയ്ത് അദ്ദേഹം ഡയറക്ട് ചെയ്ത പടങ്ങളെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അയ്യപ്പനും കോശി എന്നുള്ള അദ്ദേഹത്തിന്റെ അവസാന പടം മാത്രം നോക്കിയാൽ മതി. അതിൽ ഈ പറയുന്ന അഭിനയിച്ച ഓരോ ആർട്ടിസ്റ്റുകളെയും നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ച് പറയാൻ പറ്റും. അതില് വെറുതെ സൈഡിൽ കൂടെ പോയ പാസിംഗ് ഷോട്ട് ചെയ്ത ആർട്ടിസ്റ്റ് വരെ സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. അതിലൊരു സീനുണ്ട്, ഈ മറ്റേ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മറ്റേ വെടിമരുന്ന് എടുത്തതിനൊരു സീനുണ്ട്. ഒറ്റ സീനാണ് അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ചത്. ആ സീനിൽ പോലും എന്തൊരു പെർഫോമൻസ്, അത് കാരണം അത് റൈറ്റർ ഡയറക്ട് ചെയ്തുകൊണ്ടാണ്. അത് എല്ലാ റൈറ്റേഴ്സും നല്ല ഡയറക്ടേഴ്സായി മാറില്ല. അതും ഒരു പ്രശ്നമാണ്. കാരണം എഴുതി വെക്കുന്ന പോലെ വിഷ്വലി കൊണ്ടുവരാൻ പറ്റണം. അത് മേക്കിങ്ങിൽ അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ സ്വഭാവം ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി തലയിടുന്ന ആളാണ്. മറ്റല്ല, ഇത് പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ചാടി ഒരു പടം ഡയറക്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എനിക്കില്ല. പക്ഷെ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ലക്ഷ്യമുണ്ട്. 2025 ഞാൻ പടം ഡയറക്ട് ചെയ്യും എന്ന് വെച്ചോണ്ട് ഞാനൊരു മുഴുനീള ഡയറക്ടറായി മാറത്തുമില്ല. എന്ന് വെച്ചോണ്ട് ഇനി ഞാൻ എന്റെ പടങ്ങൾ അതല്ല എനിക്ക് എന്റെ ആഗ്രഹത്തിൽ ഞാൻ മാറ്റി വെച്ചേക്കുന്ന ഒരു 2 തിരക്കഥയുണ്ട്. ആ 2 തിരക്കഥ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനത് പുറത്തൊരു ഡയറക്ടറോട് ചെയ്യിക്കുന്നില്ല. അത് എനിക്ക് തന്നെ ചെയ്യണം. കാരണം അതിന്റെ ഇമോഷൻ എൻ്റെ ഉള്ളിലുണ്ട് കൃത്യമായിട്ട്. അതിനെ എനിക്ക് വിഷ്വലി കാണിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതാണ് ഞാൻ മാറ്റി വെച്ചത്. പക്ഷെ എന്നെ ട്രസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോഴും എനിക്ക് ഓഫറുണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ, നീ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത് എനിക്ക് 1 വർഷം സമയം തരണം, ഈ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തീർത്ത് ഒരു 4-5 മാസം എനിക്ക് ഇതിനുവേണ്ടി മാത്രം ഇരിക്കണം. ഇതിന് ശേഷം നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. അത് അത്തരത്തിൽ ഏതെങ്കിലും സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് എൻ്റെതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഞാനൊരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തേനെ, കൂട്ടിച്ചേർത്തേനെ എന്ന് തോന്നിയ സിനിമകളുണ്ടോ? സിനിമ ഇതെന്ന് പറയണ്ട, മനസ്സിലുണ്ടായി തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്ത ഇപ്പൊ എന്റെ 6ാമത്തെ സിനിമയാണ് വരാൻ മതി. കംപ്ലീറ്റ് ആയ 5 സിനിമകളിലും എനിക്ക് അങ്ങനെ ആഗ്രഹിച്ച സിനിമയുണ്ട്. ഇത് ഞാൻ ഡയറക്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ എനിക്ക് എന്ന് വെച്ചോണ്ട് മോശം എവിടെയെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഐ മീൻ ഞാൻ ആ സംവിധായകനോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അതൊരിക്കലും അവർ ചെയ്തത് മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, അവർ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, അത് എന്റെ ഉള്ളിൽ അത് തീർച്ചയായിട്ടും അത് എന്റെ ഒപ്പം വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം. ഈ യാത്ര തുടരട്ടെ, ഇതിനൊപ്പം തന്നെ കൂടെ കൈചേർക്കലുകളും തുടരട്ടെ, പ്രകാശം പറക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.